ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ്. അപ്പോൾ ഇന്ന് ഞാനും നൗറിയും കൂടിയാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് നന്നായി ഫൈനായി പൊടിച്ചെടുത്ത് ബ്രെഡ് ക്രംസ് ആക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് പിന്നെ കുറച്ച് വെള്ളം ഊറ്റി കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഇതാ നല്ലതായിട്ട് നമ്മൾ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് അതൊരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കണം. അപ്പോൾ ഇത് വലിയ ബോൾസ് ആക്കാൻ പറ്റും, പക്ഷേ നമ്മൾ മിനി ബോൾസാണ് ആക്കിയേക്കണേ. എന്നാലാണ് ആ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഈ ബോൾസിലേക്ക് പിടിച്ച് കിട്ടൂ. പിന്നെ കുറച്ച് ടൈമിൽ പിടിച്ച് കിട്ടും കുഞ്ഞു കുഞ്ഞു ബോൾസ് ആണെങ്കിൽ. പിന്നെ നമ്മളത് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. വലുതായിട്ട് ഉണങ്ങി കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നന്നായിട്ട് ഷാലോ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ല അപ്പം അങ്ങനെ ഗൈസ് നല്ലൊരു പരുവത്തിലായി കഴിഞ്ഞപ്പോൾ നമ്മളത് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഏലക്കയും ഷുഗറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല തിളച്ച് വന്നാലാണ് അതിൻ്റെ ആ കറക്റ്റ് പരുവം കിട്ടുള്ളൂ. അത് നന്നായി തിളച്ച് വരുന്നുണ്ട് ഗൈസ്. നന്നായി മിക്സ് ചെയ്യണ്ട. നല്ല പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് അലിഞ്ഞ് കിട്ടണം. പിന്നെ നമ്മളിത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഊറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് റെക്കോർഡ് പറ്റിയെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് കുറച്ച് കുറവായിരുന്നു, പിന്നെ നമ്മൾ പോയി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഗൈസ് നമ്മൾ ഗുലാബ് ജാം റെഡിയായി. ഇനി ഇതൊരു 2-3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഗുലാബ് ജാം ഞാനും നൗറിയും കൂടി ഉണ്ടാക്കി ഗൈസ്. താങ്ക് യു.